1999 മഹാപ്രളയം. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയങ്ങളിലൊന്നായിരുന്നു 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന 1924 ജൂലൈ മാസത്തിലുണ്ടായ മഹാപ്രളയം. കൊല്ലവർഷം 1099 സംഭവിച്ചതിനാലാണ് 99 വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അന്നത്തെ ആ പ്രളയം പ്രായം ചെന്ന പലരുടെയും ഓർമ്മകളിൽ ഇന്നും പെയ്തിറങ്ങാറുണ്ട്. പലർക്കും പറയാൻ നഷ്ടങ്ങളുടെ 100 കണക്കുകളുമുണ്ട്. പ്രളയത്തിന്റെ പ്രധാന കാരണം 3 ആഴ്ചയോളം തുടർച്ചയായി പെയ്ത അതിശക്തമായ മഴയായിരുന്നു. തിരുവിതാംകൂറിനെയും മലബാറിന്റെ ഏതാനും ഭാഗങ്ങളെയും ബാധിച്ച പ്രളയം ഏറ്റവും അധികം കടന്നാക്രമിച്ചത് ഇന്നത്തെ മധ്യ കേരളത്തിൽ തന്നെയായിരുന്നു. തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളുടെ ഭൂരിഭാഗവും ദിവസങ്ങളോളം വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. ആയിരക്കണക്കിന് മനുഷ്യജീവൻ നഷ്ടമായ ആ പ്രളയത്തിൽ നിരവധി പക്ഷിമൃഗാദികളും കണക്കാക്കാൻ പറ്റാത്തിടത്തോളം കൃഷിയും നഷ്ടമായി. ഒട്ടനവധി പേർക്ക് വീടും സ്വത്തുവകകളും വളർത്തുമൃഗങ്ങളും നഷ്ടപ്പെട്ടു. വൻമരങ്ങളും കുടിലുകളും ചത്തമൃഗങ്ങളും മലവെള്ളത്തിൽ ഒഴുകി നടന്നു. ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിക്കുന്ന അക്കാലത്ത് തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. ചിലയിടങ്ങളിൽ തെങ്ങിൻ തലപ്പിനോളം വെള്ളമെത്തി എന്നാണ് പഴമക്കാർ പറയുന്നത്. അന്ന് വെള്ളമുയർന്ന അളവ് കേരളത്തിൽ പലയിടത്തും രേഖപ്പെടുത്തി വെച്ചത് ഇപ്പോഴും കാണാനുണ്ട്. ജൂലൈ 17 മഴയുടെ തുടക്കം. 3 ആഴ്ചയോളം ഇടമുറിയാതെ പെയ്ത മഴ തകർത്തത് നിരവധി സ്വപ്നങ്ങളെയായിരുന്നു. വെള്ളമിറങ്ങിപ്പോകാൻ പിന്നെയും ദിവസങ്ങളെടുത്തു. ഓലയും പനയും മണ്ണും കൊണ്ടുണ്ടാക്കിയ പല കുടിലുകളും അപ്പോൾ സ്വസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ല. പുഴകളും തോടുകളും വഴിമാറിയൊഴുകി. പാതകൾ ഇല്ലാതായി. കിണറുകളും കുളങ്ങളും തൂർന്നു. വൻമരങ്ങൾ കടപുഴകി. പേരിനുണ്ടായിരുന്ന പല കെട്ടിടങ്ങളും തകർന്നു വീണു. എക്കലും ചെളിയുമടിഞ്ഞ് രൂപം നഷ്ടപ്പെട്ട പട്ടണങ്ങളും ഗ്രാമങ്ങളും പൂർവ്വസ്ഥിതിയിലെത്താൻ വീണ്ടും വർഷങ്ങളെടുത്തു. ചില ഗ്രാമങ്ങൾ അങ്ങനെ തന്നെ ഇല്ലാതായി. മധ്യ കേരളത്തെ പ്രളയം ഇത്രയ്ക്ക് ആക്രമിക്കാനിടയായതിനു കാരണം മഴയ്ക്കൊപ്പം പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം കൂടിയായിരുന്നു. പെരിയാറിന്റെ കൈവഴികളുടെ വൃഷ്ടിപ്രദേശങ്ങളിലായിരുന്നു മഴ ഏറ്റവുമധികം കോരിച്ചൊരിഞ്ഞത്. അന്ന് പെരിയാറിൽ ആകെയുണ്ടായിരുന്ന ഡാം മുല്ലപ്പെരിയാർ മാത്രമായിരുന്നു താനും. കൈവഴികൾ പെരിയാറിനെ വെള്ളം കൊണ്ട് നിറച്ചപ്പോൾ മധ്യ കേരളം ആകെ പ്രളയക്കെടുതിയിൽ അമർന്നു. ആ പ്രളയം തകർത്ത് കളഞ്ഞത് ബ്രിട്ടീഷുകാർ പടുത്തുയർത്തിയ മൂന്നാർ പട്ടണം കൂടിയായിരുന്നു. ഇംഗ്ലണ്ടിലെ നഗരങ്ങളുടെ മാതൃകയിൽ നിർമ്മിച്ച അവരുടെ അഭിമാന സ്തംഭമായിരുന്ന മൂന്നാർ എന്ന സ്വപ്ന സാമ്രാജ്യവും അവിടെ അവർ വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയെടുത്ത സൗകര്യങ്ങളും ദിവസങ്ങൾ കൊണ്ട് ഒലിച്ചുപോയി. മലവെള്ളത്തിനൊപ്പം കുതിച്ചെത്തിയ പാറകളും മരങ്ങളും പട്ടണത്തെ തുടച്ചു നീക്കിയതിനൊപ്പം 100ൽ പരം ജീവനുകളും എടുത്തു. സമുദ്രനിരപ്പിൽ നിന്ന് 6000 അടിയോളം ഉയരത്തിലുള്ള മൂന്നാറിനെ ഈ വെള്ളപ്പൊക്കം എങ്ങനെ ബാധിച്ചു എന്ന് പലരും അത്ഭുതപ്പെടാറുണ്ട്. പെരിയാറിന്റെ കൈവഴിയായ മുതിരപ്പുഴയാറ്റിലുണ്ടായ വെള്ളപ്പൊക്കമായിരുന്നു അതിന് കാരണം. ശക്തമായ മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ ഇടിഞ്ഞു വീണ പാറകളും ഒഴുകിയെത്തിയ മരങ്ങളും ചേർന്ന് മാട്ടുപ്പെട്ടിയിൽ 2 മലകൾക്കിടയിൽ പ്രകൃത്യാ രൂപം കൊണ്ട അണക്കെട്ടായിരുന്നു വില്ലൻ. മഴ കടുത്തപ്പോൾ സ്വയം തകർന്ന ഈ അണക്കെട്ടിനെ വെള്ളവും ഒഴുകിവന്ന മണ്ണും പാറയും മരങ്ങളുമാണ് മൂന്നാറിനെ നക്കിത്തുടച്ചത്. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഇതാവർത്തിച്ചപ്പോൾ പട്ടണം തന്നെ ഇല്ലാതായി. ആ ജൂലൈ മാസത്തിൽ മാത്രം മൂന്നാർ മേഖലയിൽ 485 സെന്റിമീറ്റർ മഴ പെയ്തുവെന്നാണ് സായിപ്പിന്റെ കണക്കുകൾ പറയുന്നത്. മൂന്നാറിൽ അന്ന് വൈദ്യുതിയും ടെലിഫോണും റെയിൽവേയും റോപ്പ് വേയും വീതിയേറിയ റോഡുകളും വിദ്യാലയങ്ങളും മികച്ച ആശുപത്രികളും ഉണ്ടായിരുന്നു. പ്രളയം തകർത്ത് കളഞ്ഞത് അതൊക്കെ കൂടിയായിരുന്നു. കുണ്ടളവാലി റെയിൽവേ എന്നറിയപ്പെടുന്ന മൂന്നാറിലെ നാരോ ഗേജ് റെയിൽവേ ലൈനുകളും സ്റ്റേഷനുകളും പ്രളയം പരിപൂർണമായി തുടച്ചു നീക്കിക്കളഞ്ഞു. റെയിൽ പാളങ്ങൾ ഒലിച്ചുപോയി. പാലങ്ങൾ തകർന്നു. കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമായി. തേയില ഫാക്ടറികൾ തകർന്നടിഞ്ഞു. തേയില കൊണ്ടുപോകാനായി 1902 സ്ഥാപിച്ച റെയിൽപാത മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി കുണ്ടള വഴി തമിഴ്നാടിന്റെ അതിർത്തിയായ ടോപ്പ് സ്റ്റേഷൻ വരെയായിരുന്നു. മൂന്നാറിലെ തേയില ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് റോപ്പ് വേ വഴി ബോഡിനായ്ക്കന്നൂരിലേക്കും തുടർന്ന് തൂത്തുക്കുടി തുറമുഖത്തേക്ക് എത്തിച്ച് കപ്പൽ വഴി കയറ്റി അയക്കുകയുമാണ് പതിവ്. പള്ളിവാസൽ മലകൾക്ക് മുകളിലുണ്ടായിരുന്ന തടാകത്തിന്റെ നാശത്തെ തുടർന്ന് പള്ളിവാസൽ പട്ടണവും മൂന്നാറിലേക്ക് വൈദ്യുതി വിതരണത്തിനായി ഉപയോഗിച്ചിരുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനും മണ്ണിനടിയിലായി. പ്രളയം പള്ളിവാസലിന്റെ രൂപം തന്നെ മാറ്റിക്കളഞ്ഞു. കുട്ടമ്പുഴ, പൂയംകുട്ടി, മണികണ്ഠൻചാൽ, പെരുമ്പൻകുത്ത്, മാങ്കുളം, കരിന്തിരിമല, 50-ാം മൈൽ, ലക്ഷ്മി വഴിയായിരുന്നു അന്ന് മൂന്നാറിനെയും ആലുവയെയും ബന്ധിപ്പിക്കുന്ന പാത കടന്നുപോയിരുന്നത്. മധുരയെയും മുസിരിസിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമഘട്ടത്തിലൂടെ കടന്നുപോയിരുന്ന പുരാതന പാതയാണിത് എന്നും വിശ്വസിക്കപ്പെടുന്നു. മാങ്കുളത്തിനും മൂന്നാറിനുമിടയിലായി സ്ഥിതി ചെയ്യുന്ന കരിന്തിരി എന്ന വലിയ മല ഭീകരമായ ഒരു മണ്ണിടിച്ചിലിനെ തുടർന്ന് പൂർണ്ണമായി തന്നെ ഇല്ലാതായി. പഴയ ആലുവ മൂന്നാർ റോഡ് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഈ പാത കടന്നുപോയി
പോയിരുന്നത് പെരിയാറിന്റെ കൈവഴിയായ കരിന്തിരിയാറിന്റെ കരയിൽ തല ഉയർത്തി നിന്നിരുന്ന ഈ മലയോരത്തു കൂടിയായിരുന്നു. മലയിടിച്ച ആ പാതയുടെ ഒരു ഭാഗത്തെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കി. അന്ന് ആനപ്പാതയായിരുന്ന കോതമംഗലം, നേര്യമംഗലം, അടിമാലി, പള്ളിവാസൽ വഴി മൂന്നാറിനെയും ആലുവയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ റോഡ് നിർമ്മിച്ചത് ഇതിനെ തുടർന്നായിരുന്നു. എന്നാൽ ഈ പാത പൂർത്തിയാക്കാൻ കഴിഞ്ഞത് 931 മാത്രമാണ്. പഴയ മൂന്നാറിൽ നിന്ന് 1 കിലോമീറ്റർ മാറി നിർമ്മിച്ചു തുടങ്ങിയ പുതിയ മൂന്നാർ പട്ടണം പൂർത്തിയാക്കാനും 2 വർഷത്തിലധികം എടുത്തു. വെള്ളപ്പൊക്കത്തിൽ രൂപം കൊണ്ട തടാകം ഇപ്പോഴും പഴയ മൂന്നാറിലുണ്ട്. ഒരു ദുരന്ത സ്മാരകം പോലെ ചിലതൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കാനായി. പ്രളയം മായ്ച്ചു കളഞ്ഞത് അതിരുകളും അടയാളങ്ങളും മാത്രമല്ല, ചരിത്രത്തെ തന്നെയായിരുന്നു. കേരളത്തിന്റെ പല പ്രധാന ചരിത്രരേഖകളും നശിച്ചുപോയത് ഈ പ്രളയത്തിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. പല പുരാതന ക്രിസ്ത്യൻ പള്ളികളിലും ഇന്ന് അവശേഷിക്കുന്ന ചരിത്രരേഖകൾ 1924 ശേഷമുള്ളത് മാത്രമായത് ഇക്കാരണം കൊണ്ടാണ്. പ്രളയം മാറ്റിവരച്ച ഭൂപടങ്ങൾ ലോകത്ത് പലയിടത്തുമുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ അത്ര പതിവില്ലാത്തതുകൊണ്ട് മാത്രമല്ല, ആ പ്രളയം കേരള ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമായതുകൊണ്ടുകൂടിയാണ് 99 വെള്ളപ്പൊക്കം എന്ന് ഇപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക്